ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കിറ്റുക്കീൻസ്. 6 മാസമായ കുട്ടികൾക്ക് ഫസ്റ്റ് ഫുഡ് കൊടുക്കുന്ന റാഗി എങ്ങനെ മുളപ്പിച്ചെടുത്ത് അത് വെച്ച് ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കുറുക്ക് ഉണ്ടാക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യം തന്നെ റാഗി നന്നായി കഴുകി വൃത്തിയാക്കണം. 4-5 തവണ കഴുകിയാൽ പോരാട്ടോ, ഒരു 10 തവണയെങ്കിലും കഴുകിയപ്പോഴാണ് നല്ല ക്ലിയർ ആയിട്ടുള്ള ചെളിയും മണ്ണും ഒക്കെ പോയി ക്ലിയർ ആയിട്ടുള്ള റാഗീനെ കിട്ടിയത്. ഈ നന്നായി വൃത്തിയാക്കിയിട്ടുള്ള റാഗീനെ അരിപ്പ വെച്ച് വെള്ളം വാർത്ത് നല്ലൊരു തുണിയിലേക്ക് പകർത്തി കിഴി കെട്ടി വയ്ക്കാം. ഈ കിഴി നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് വെച്ച് അടച്ചു വെച്ച് 2 രാത്രി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 2 ദിവസം കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കണ്ടോ, ഇതുപോലെ നന്നായി മുള പൊട്ടി സൂപ്പറായിട്ടുള്ള സ്പ്രൗട്ടഡ് റാഗി റെഡി. ഇനിയും പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഈ മുള പൊട്ടിയിട്ടുള്ള സ്പ്രൗട്ട് ചെയ്തിട്ടുള്ള റാഗീനെ മറ്റൊരു തുണിയിലേക്ക് പകർത്തി നന്നായി പരത്തി കൊടുത്ത് 2-3 ദിവസം നമ്മൾ വെയിലത്ത് വെക്കണം. ഇങ്ങനെ വെയിൽ കൊണ്ട് ക്ഷീണിച്ച റാഗീനെ നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കണം. ഈ പൊടി എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് പകർത്തി നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ഫസ്റ്റ് സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ദ ബെസ്റ്റ് കുറുക്കാണ് സ്പ്രൗട്ടഡ് റാഗി കുറുക്ക്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇനി നോക്കാം. ആവശ്യത്തിന് പൊടിയെടുത്ത് അരിപ്പയിൽ അരിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളവും വളരെ കുറച്ച് പനം കൽക്കണ്ടവും നെയ്യും ഇട്ട് ചെറുതീയിൽ കുറുക്കിയെടുക്കണം. ആവശ്യത്തിനുള്ളത് മാത്രം പുറത്തെടുത്ത് നമുക്ക് കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും കേട്ടോ. സ്പ്രൗട്ടഡ് റാഗിയും നോർമൽ റാഗിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? സ്പ്രൗട്ടഡ് റാഗിക്ക് 10 ടൈംസ് അയൺ കണ്ടൻറ്റ് കൂടുതലും 20 ടൈംസ് കാൽസ്യം കണ്ടൻറ്റ് കൂടുതലായിരിക്കും. കുട്ടികൾക്ക് വണ്ണം വയ്ക്കാനും വളരെ ടേസ്റ്റി ആയിട്ടും കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് സ്പ്രൗട്ടഡ് റാഗി കുറുക്ക്. എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീട്ടിൽ കുഞ്ഞു കുട്ടികളുള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് എനിക്ക് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണേ. എൻ്റെ ഇങ്ങനത്തെയുള്ള വീഡിയോകൾ കാണാനായി എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.